ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇലുമിനാറ്റി. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ടൈം ലൂപ്പ് സിനിമകളെ പറ്റിയും എന്താണ് ടൈം ലൂപ്പ് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. നിങ്ങൾ പാർട്ട് 1 ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അതിലും ഞാൻ നല്ല ടൈം ലൂപ്പ് സിനിമകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാതെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ കഥാനായികയുടെ പേരാണ് സാമന്ത. അവളുടെ ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നു. അഥവാ നല്ല ഫാമിലി, നല്ല ബോയ് ഫ്രണ്ട്, നല്ല ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ദാരുണമായ അപകടത്തിന് ശേഷം സാമന്ത ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നത്. ഈ ടൈം ലൂപ്പിന്റെ നിഗൂഢത ഇവൾ പരിഹരിക്കും തോറും ഇവൾ ശരിക്കും തന്നെ പറ്റി മനസ്സിലാക്കുകയായിരുന്നു. കഥാനായികയ്ക്ക് എങ്ങനെയെങ്കിലും ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് ഈ സിനിമ പറയുന്നത്. 2017 ടൈർസോ യങ്ങിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ബിഫോർ ഐ ഫാൾ. ഈ സിനിമയുടെ കഥയാണ് ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞത്. ഈ സിനിമ കണ്ടതിന് ശേഷം ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. 2019 വിൻസെൻസോ നഡാലയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്റ്ററി മൂവിയാണ് ഇൻ ദി ടാൽഗ്രാസ്. 6 മാസം ഗർഭിണിയായ ബെക്കിയെയും കൂട്ടി സഹോദരനായ കാൾ ഒരു യാത്ര പോവുകയാണ്. ഗർഭിണിയായതിനാൽ തന്നെ വൊമിറ്റ് ചെയ്യാനും മറ്റ് ശാരീരിക അസ്വസ്ഥതയൊക്കെ തോന്നി ബെക്കി കാറ് നിർത്താൻ പറയുന്നു. അവർ കാറ് നിർത്തിയത് ഉയരമുള്ള പുല്ലുകൾ നിറഞ്ഞ ഒരു പാടത്തിന്റെ അടുത്തായിരുന്നു. ആ പുല്ലുകൾക്ക് ഇടയിൽ നിന്ന് ഒരു കുട്ടി അവരെ സഹായത്തിന് വിളിക്കുന്നു. ആ കുട്ടിക്ക് എന്തു പറ്റിയെന്നറിയാൻ വേണ്ടി അവർ ആ പുല്ലുകൾക്കിടയിലേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. ടൈം ലൂപ്പിനൊപ്പം സൂപ്പർ നാച്ചുറൽ എലമെന്റും കൂടെ വന്നപ്പോൾ സിനിമയുടെ ഇത് തന്നെ മാറുകയാണ്. നല്ല ഒരു ഹൊറർ മൂഡ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ക്ലൈമാക്സും നല്ല രീതിയിൽ അവർ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഹൊറർ മൂഡ് അപ്പോഴും നമുക്ക് നിലനിൽക്കും. അതാണ് സിനിമയുടെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ്. നമ്മൾ മുൻപ് പറഞ്ഞ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട് എന്ന് പറയുന്ന സീരീസിൽ സീസൺ 2 എപ്പിസോഡ് 5 ഏറെക്കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു എപ്പിസോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരും ദി ടാൽഗ്രാസ് എന്ന് തന്നെയാണ്. 10-11 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 2014 ഐസക് എസ്ബാനിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ടൈം ലൂപ്പ് ചിത്രമാണ് ദി ഇൻസിഡന്റ്. 2 കഥകളെ പറ്റിയാണ് ഈ സിനിമ പറയുന്നത്. ഒന്ന്, ഒരു ഫാമിലി ഒരു ടൗണിനുള്ളിൽ ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നതും രണ്ട് പേർ ഒരു ബിൽഡിങ്ങിനുള്ളിൽ പെട്ടുപോകുന്നതുമാണ് ഈ സിനിമയുടെ കഥ. ഈ 2 കഥകൾക്കും പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അവർ ഈ ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെടുമോ എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു തവണയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രമാണ്. കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ചിലപ്പോൾ ടൈം ലൂപ്പ് സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്തത് 2021 ലാഡ് സാമുവലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദി മാപ്പ് ഓഫ് ടൈനി പെർഫെക്റ്റ് തിങ്സ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഫീൽ ഗുഡ് റൊമാൻസ് കോമഡി സിനിമയൊക്കെയാണ്. അപ്പം ടൈം ലൂപ്പ് എന്ന കൺസെപ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ സിനിമ വലിയ ടെൻഷനൊന്നും അടിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കണ്ടുതീർക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു ഡേ ലൂപ്പിൽ പെട്ടുകിടക്കുന്ന മാർക്ക് എന്ന ടീനേജ് ബോയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള മാർക്കിന്റെ ലൈഫിലേക്ക് മാർഗ്രേറ്റ് എന്ന പെൺകുട്ടിയും കൂടെ വരുന്നതോടെ സിനിമ നല്ലവണ്ണം രസകരമാകുന്നുണ്ട്. തുടർന്ന് ഇവർ 2 പേരും കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ എങ്ങനെ ഡേ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെയാണ് സിനിമ പ്രധാനമായും പറയുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവിയാണിത്. അതിനാൽ തന്നെ ഈ സിനിമയുടെ അവസാനം പ്രേക്ഷകനിൽ ഒരു ചെറിയ പുഞ്ചിരിയും കൂടി വിജയിക്കുന്നു എന്നതാണ് സത്യം. അടുത്തത് 2017 ജസ്റ്റിൻ ബെൻസനും ആരോൺ മൂർഹെഡും കൂടി സംവിധാനം ചെയ്ത ഹൊറർ സൈഫൈ ചിത്രമായ എൻലെസ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇവർ ഇതിനകത്ത് ടൈം ലൂപ്പ് പ്ലേസ് ചെയ്യുന്ന രീതിയാണ്. ഒരാൾക്ക് മാത്രമല്ല ഇത് ടൈം ലൂപ്പ്.
അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും, നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. അത് സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നാൽ ജസ്റ്റിനും ആരോണിനും ഒരു ദിവസം ഒരു ടേപ്പ് റെക്കോർഡ് വഴി ഒരു സന്ദേശം ലഭിക്കുന്നു. അത് കിട്ടിയത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ രക്ഷപ്പെട്ട ഒരു കൾട്ട് ഗ്രൂപ്പ് വീണ്ടും സന്ദർശിക്കാൻ അവർ പോകുന്നു. അവരെന്തിനാണ് അവിടുന്ന് രക്ഷപ്പെട്ടതെന്നൊക്കെ സിനിമ പോകുന്ന വഴി നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവർ ആ കൾട്ട് ഗ്രൂപ്പിലേക്ക് പോകുകയും അവിടെ നടക്കുന്ന ചില പ്രതിഭാസങ്ങളുടെ കാരണം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതുമാണ് കഥ. ഈ സിനിമയെ പറ്റി കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലർ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യുക. ഇത്രയും മാത്രമല്ല, ഒരുപാട് ടൈം ലൂപ്പ് സിനിമകളുണ്ട്. ലൈക്ക് ട്രയാങ്കിൾ, പ്രീഡെസ്റ്റിനേഷൻ, ലൂപ്പർ. ഇത് തന്നെ ലൂപ്പറിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് നമ്മളെ വിജയുടെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ പൊളിച്ചാണ്. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ കയറി ജസ്റ്റ് ഒന്ന് ടൈം ലൂപ്പ് സിനിമകളെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം സിനിമകളുടെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇനിയും ടൈം ലൂപ്പ് സിനിമകൾ കാണണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരായ സിനിമാ പ്രേമികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലോകാസമസ്ത സുഖിനോ ഭവതു.